കുട്ടാ, നിന്റെ ചിത എരിഞ്ഞടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ശരത്തും കൂട്ടരും വാസുവിനെ തല്ലണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ. എമ്പർക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടോ? ലൗകിക ജീവിതം ഞാൻ വെടിഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും നമ്മളെന്നെ ഒഴിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സാറേ. നമുക്കെൻ്റെ വീട് വരെ ഒന്ന് പോവാം. എന്തിന്? എനിക്ക് സിന്ധുവിനെ കാണണം. ആ മഴ എടുത്ത് അവളെ ഏൽപ്പിക്കണ്ടേ? അത് മാത്രമേ സാറേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. വീട്ടിലേക്ക് തിരിച്ചു പോക്കിനി നടക്കൂല. അല്ല, അത് കിട്ടിയ സിന്ധു മോളും രക്ഷപ്പെടിയല്ലേ സാറേ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ മനസ്സമാനമായിട്ട് വരാമല്ലോ സാറേ. മഴ ഇരിക്കുന്ന സിന്ധുവിന് അറിയില്ലേ? അവള് വിറ്റോളും. അല്ല സാറേ, അതാണ് പ്രശ്നം. ഞാൻ ഈ മഴുവിൻ്റെ കാര്യം ഇന്നേ വരെ സിന്ധുവിനോട് സംസാരിച്ചിട്ടില്ല. അത് തന്നെയും അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം സിന്ധുവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം, ഏത് മഴുവിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക സാറേ. ഒന്ന് മാറിയിക്കാൻ പറഞ്ഞോ സാറേ. ഇവനൊക്കെ വേറെ മഴുവിൻ്റെ കാര്യം ഒന്ന് പറയുന്നേ. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരെ ഇവരൊക്കെ. എന്നിടപെടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതി വന്നത്. വേണ്ട, ഇതാണ് സുഖം. ഞാനൊരു സംശയം പറയാം. മഴുവിന്റെ കാര്യം വാസുവിനറിയാം. നിന്നെ കൊന്നാൽ ആ മഴു വാസുവിന് കൊണ്ടുപോയി വിൽക്കാം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? കുട്ടനെ കണ്ടോ? കുട്ടൻ കുറച്ചു മുമ്പ് പോയല്ലോ. അവന് ഇച്ചിരി കലിപ്പിലാണ്. പറ്റൊക്കെ തീർത്തിട്ടാ പോയത്. എന്താ കാര്യം? ചേടാ, ഇത് അടയും ചക്കനെ പോലെ ആയിരുന്നല്ലോ. ഇപ്പൊ ഇതെന്ത് പറ്റി? എന്താ നിന്റെ അടുത്തൊരു സ്വർണത്തിന്റെ മഴ ഉണ്ടെന്ന് പറഞ്ഞു? സ്വർണത്തിന്റെ മഴ ഉണ്ടെന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ മഴ വിറ്റിട്ട് കുറച്ച് പൈസ എനിക്ക് വേണം. എനിക്കും വേണം പൈസ. ഞാൻ നിനക്കും പൈസ തരാറില്ലല്ലേ? ഞാൻ നിനക്കും പൈസ തരാറില്ലല്ലേ? പിന്നെന്താ എനിക്ക് കുറച്ച് പൈസ തന്നാല്? പൈസ തരില്ലടാ. നീ പൈസ തരില്ലേ? നിന്നെ കൊന്ന ശേഷം വാസു നിന്നെ തോളിലേറ്റി വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തി. ദഹിപ്പിച്ചോടം മടുവിന്റെ കാര്യം വാസു ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടാവൂല. അവർ തമ്മിൽ വഴക്കായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരത്തും ഗുണ്ടകളും വാസുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല സാറേ. വാസുവിനെ പിന്നെ കണ്ടിട്ടില്ല. വീട്ടിൽ ചെന്ന് ബിരിയാണിയും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട് സാറേ. ഞാനൊരു സംശയം പറയട്ടെ? എന്ത്? മഴു കാശ് കൊടുക്കാതെ സ്വന്തമാക്കാൻ ഡോക്ടറാണ് നിന്നെ കൊന്നതെങ്കിലോ? അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ വരില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ ഡോക്ടർ മഴ കൊടുക്കാൻ വരികയില്ല സാറേ. അല്ലെങ്കിൽ ശരത്തിന് പറഞ്ഞേക്കില്ലേ? നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം സാറേ. ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെ ആത്മാക്കളെ ഓരോ കാരണം പറഞ്ഞ് തിരിച്ചു വിട്ടതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവർ ഓരോന്ന് കണ്ട് പേടിച്ച് കൊഴഞ്ഞു വീണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. 2-3 തവണ എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുള്ളതാ. അത് ശരിയാവില്ല കൂട്ടാ. എൻ്റെ കാര്യം കൂടെ വിട്. സാറിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാൽ സാറേ. ആ മഴ ഇങ്ങനെ ഉപകാരമില്ലാതെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്വസ്ഥത പോയല്ലേ. ഡോക്ടറാണോ വാസമാണോ വില്ലെന്നറിയാൻ സാറിനും ആഗ്രഹമില്ലേ? അതറിയാതെ സ്വസ്ഥത കിട്ടൂ. അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാത്ത ജോലിയല്ലേ സാറിൻ്റെ? ഷോ, നീ ഓരോ തവണയും എൻ്റെ മർമ്മത്തിൽ തന്നെയാണല്ലോ കുട്ടാ പിടിക്കുന്നത്. ശരി, അവളെ ഒരു കാരണവശാലും ഉണർത്തരുത്. എൻ്റെ പണി കളയരുത്. ഇല്ല, വായന്നാ പോവാം നമുക്ക്. അങ്ങനെ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല. എല്ലാവരും ഉറക്കമായതിനു ശേഷം ഒരു 3-ാം യാമത്തിന്റെ ആരംഭത്തിൽ. ഈ ആത്മാക്കളൊക്കെ സഞ്ചരിക്കുന്ന സമയം അല്ല സാറേ? അതെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും സാറേ? അതുവരെ അങ്ങനെ ആരും വരാത്ത ഒരിടം അത് ഞാൻ സെറ്റാക്കാം. അങ്ങനെ ആരും വരാത്ത ഒരു സ്ഥലമേ ഏത് നാട്ടിലും കാണും. അതേ സ്ഥലം? ഓ, എന്തുമാത്രം പുസ്തകങ്ങൾ എവിടെ ഇരിക്കുന്നത്! ഇതൊക്കെ ഏത് മറ്റവന്മാരാ വായിച്ചു തീർക്കുന്നത്? വായിക്കുന്നവൻ മറ്റവനാവൂല, വായിക്കാത്തവൻ മറ്റവനാവും. ദേ, സ്വർഗത്തിലുള്ളവർ മുഴുവൻ ചിരിപ്പിക്കല മൂപ്പരുടെ പരിപാടി. ദേ, MP പോൾ, ഈ വിദ്വാനും അവിടെ ഉണ്ട്. അല്ല ശനിജി, അദ്ദേഹത്തെ തെമ്മാടിക്കുള്ളിലല്ലേ അടക്കിയത്?
അപ്പൊ പിന്നെ എങ്ങനെ ഈ സ്വർഗത്തില് മതനേതാക്കന്മാരല്ലല്ലോ ആരെവിടെ പോണു തീരുമാനിക്കുന്നത്. ഓ എന്നാ പിന്നെ എന്റെ സ്ഥലം നരകമായിരിക്കും. ചെയ്ത പ്രവൃത്തിയുടെ കണക്ക് വെച്ചിട്ടാണോ ചോദിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കുന്നു. നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം. അല്ല അപ്പൊ ഈ ആത്മാക്കളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പോവാന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയിട്ട് അല്ല എപ്പോഴാണ് ഇറങ്ങാം? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങാം. ഇത് മറ്റേ മുടിയണ്ടല്ലേ? കഴിഞ്ഞു. വേടാ നടന്നു വാ. ഒരു സാധനമുണ്ട്, സമ്മാനുണ്ട്. എന്താ നല്ല പോക്കായിരുന്നല്ലോ. കേട്ടോ ധരിച്ചോളൂ. ഇതാരാ കുട്ടിയേട്ടാ? അയ്യോ നീ ചിരിക്കല്ലേ ഞാൻ ആരാന്ന് പറയാം. ഇതേ കുട്ടിയേട്ടാ ബോഡി ഷേമിങ്ങിന് കാലൊക്കെ കഴിഞ്ഞു. വെറുതെ വല്ല കേസും പുലിവാലൊക്കെ ആവും. ഓ സോറി ഞാൻ ഓർത്തില്ല. തൃപ്തി ആരാണ് എനിക്ക് ഒരാഴ്ച എനിക്ക് വണ്ടി ഓടിച്ചോളാം നടന്നോളാം. ഇപ്പൊ എന്തായി ഇട്ടേ ഇടാ കേട്ടോ ഒരു സുഖം കിട്ടില്ലേ? നല്ല രസമാണ്. അങ്ങനെ പറന്ന് നടക്കും. നീ വന്നയാലും നന്നായി. പോകുന്നിടത്ത് സ്വസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനൊന്നും പറയല്ല കുട്ടേട്ടാ. നിങ്ങളുടെ മോള് അവള് തറവാടിയാ. ഇദ്ദേഹത്തെ പരിചയമുണ്ടോ മുമ്പർക്ക്? ശിനിജിക്ക് അറിയില്ല. ഇത് നമ്മുടെ ജ്യോതിഷരത്നം അനന്തപുത്രന്റെ മോനാ. പറഞ്ഞ അച്ചട്ടാ അല്ലടാ. എല്ലാരെയും പറഞ്ഞു പറ്റിക്കുന്ന പോലെ എന്നെയും പറ്റിച്ച് തെണ്ടി. എന്റെ ജാതകം നോക്കി 90 വയസ്സ് വരാൻ ജീവിച്ചിരിക്കുന്ന പറഞ്ഞു. ആ തരത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ വണ്ടി എടുത്ത് പോകുന്നത്. അല്ല നീ എവിടേക്ക് തിരക്കിട്ട് പോകണ്ടായിരുന്നേ? നമ്മുടെ തലയുടെ ഷോ ഫസ്റ്റ് ഫാൻസിന്റെ ഷോ അത് കാണാൻ വേണ്ടിട്ടാ പോയിരുന്നത്. അതിനായിട്ടായിരിക്കും ബൈക്ക് ഓടിച്ചല്ലേ? എടാ മര്യാദയ്ക്ക് ഒരു ഹെൽമെറ്റ് വെച്ചായിരുന്നെങ്കിൽ നിനക്ക് തലയുടെ പടം പിന്നെ കാണാൻ പാടില്ലായിരുന്നു. അപ്പൊ തല പൊളിഞ്ഞു പോയില്ല. അതാ ഈ സിനിമയുടെ മുമ്പൊക്കെ എഴുതി കാണിക്കുന്നില്ലേ? ആലിൻ ചോട്ടിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അവരെങ്ങോട്ടാ പോണേ? അവര് പോട്ടെ. ഏതായിരുന്നു പടം? അല്ല മെമ്പറെ, നമ്മളെന്തിനാണ് നിക്കണേ? ഒരു മനസ്സുഖം. എല്ലാവരും ഉറക്കമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ കയറാവൂ.